ഹിന്ദുക്കളോട് ഒരു അഭ്യർത്ഥന. ദയവ് ചെയ്ത് പിറകിലോട്ട് അന്വേഷിച്ച് വിഗ്രഹത്തിന്റെ പിറകിലോട്ട് പോകരുത്. എന്തെന്നാൽ ഇന്ത്യൻ താന്ത്രിക സിദ്ധാന്തം അനുസരിച്ചും ആഗമ സിദ്ധാന്തമൊക്കെ അതാണല്ലോ ഇന്ത്യയിൽ വരുന്ന ആഗമ സിദ്ധാന്തം, താന്ത്രിക സിദ്ധാന്തം, ആചാര്യ സിദ്ധാന്തമൊക്കെ അനുസരിച്ച് 2-3 സ്ഥലത്തിലാണ് ആരാധനാക്രമം വരുന്നത്. ദൈവത്തെ നമ്മൾ വിശദീകരിക്കുന്നത് 4 രീതിയിലാണ്. നമ്മൾ പറഞ്ഞതാണ് നേരത്തെ ഒരു വീഡിയോ പറഞ്ഞു. ഒന്ന്, അവതാരങ്ങളുടെ ദൈവികമായിട്ടുള്ള അവതാരങ്ങളുടെ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ, പിന്നെ ശക്തേയം, ദേവി സമ്പ്രദായം, സരസ്വതി ലക്ഷ്മി സമ്പ്രദായം ഒക്കെ, അതുപോലെ തന്നെ മുരുകൻ ഗണപതി സമ്പ്രദായം ഒക്കെ വരുന്ന ദൈവമാറ്റ അവതാരങ്ങളുമായി കൈലാസം, പിന്നെ നമ്മുടെ മറ്റേ ദേവന്മാർ, അസുരന്മാർ, അങ്ങനെയൊക്കെ പറയുന്ന ഒരു ദൈവികമായ പുരാണ കഥകളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ശിവന്റെ പാർവതിയുടെ ഒക്കെ ഇങ്ങനെ വരുന്ന ഒരു ചാത്തന്റെ വരെയുണ്ട്, കുട്ടിച്ചാത്തന്റെ വരെയുണ്ട് മുതൽ ശാസ്താവ് എല്ലാം വരുന്ന ഒരു ദൈവികമായ ചിന്തയിൽ വരുന്ന ഒരു ആരാധനാ രീതിയും ചിന്താ പദ്ധതിയും. രണ്ടാമത്, ആത്മീയമായി ചിന്തിക്കുന്ന ഒരു പദ്ധതി. ആത്മീയമായി ചിന്തിക്കുന്ന പദ്ധതി കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തതാണ്. അതായത് ശ്രീരാമൻ ആരെന്ന് ചോദിച്ചാൽ ശ്രീരാമൻ ഒരു സാത്വിക ചിന്തയാണ്, അല്ലാതെ ഒരു വ്യക്തിയല്ല. രാമൻ, അതുപോലെ ദശരഥൻ എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചകർമ്മങ്ങളുമാണ്. അതുപോലെ പിന്നെ കൈകേയി പോലുള്ള അവർ 3 പേരെന്ന് പറഞ്ഞാൽ 3 പ്രമാണങ്ങളാണ്. അതുപോലെ തന്നെ രാമന്റെയും ഭരതന്റെയും ലക്ഷ്മണന്റെയും ഒക്കെ അതും 4 കാഴ്ചപ്പാടാണ്. ഇങ്ങനെ പറഞ്ഞു പോകുന്ന, ഇത് നമ്മൾ വിശദമായി വേറെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഇങ്ങനെ പറയുന്ന ഒരു ആത്മീയ കാഴ്ചപ്പാടാണ്. സ്പിരിച്വൽ ലൈനാണ് എല്ലാം കാണുന്നത്. ഒരു ബോധമാണ് ഇതെല്ലാം. പരബ്രഹ്മം, ബ്രഹ്മം എന്നൊരു ബോധം, പിന്നെ അത് പോയിട്ട് തന്നെ ആത്മാവ്, പരമാത്മാവ്, ഇങ്ങനെയുള്ള ഒരു സ്പിരിച്വൽ, അത് വേദങ്ങൾ കൂടുതൽ അതിലേക്കൊക്കെ പോയിട്ടാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ദ്വൈതം, അദ്വൈതം, വിശിഷ്ടാദ്വൈതം, ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. പിന്നെ ആത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു ആത്മീയ ലൈനിലാണ് അങ്ങനെ ഒരു ചിന്ത ഉള്ളത്. ഇന്ത്യയിൽ, ഭാരതത്തിലുള്ള വലിയൊരു ചിന്തയാണത്, പുനർജന്മം ഒക്കെ വരുന്നത്. അത് കഴിഞ്ഞ 3ാമത്തെ ചിന്തയാണ് ഭൗതികമായി. രാമൻ അയോധ്യയിൽ ജീവിച്ചിരുന്നു, ദശരഥന്റെ മകനായിരുന്നു, സീത ഭാര്യയായിരുന്നു, പിന്നെ രാവണനുണ്ട്, ലങ്കയുണ്ട്, ഹനുമാനുണ്ട്, അങ്ങനെ സുഗ്രീവനുണ്ട്, അങ്ങനെ കഥയാണത്. അത് കഥയല്ല, അതൊരു പിന്നെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് രാമന് അയോധ്യയിൽ ക്ഷേത്രമൊക്കെ പണിതത്. അപ്പൊ അങ്ങനെ അങ്ങനെ 3 സ്ട്രീം. 4ാമതൊരു സ്ട്രീമാണ് ഈ വേദങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ, ഹരപ്പ സംസ്കാരമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഭാരതത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഈ നമ്മുടെ ഈ യോഗാശാസ്ത്രവുമായി, പതഞ്ജലി മഹർഷിയുടെയൊക്കെ ഉള്ള വരുന്ന യോഗാശാസ്ത്രവുമായിട്ടുള്ള ബന്ധപ്പെടുത്തി മൂലാധാരം മുതൽ പിന്നെ സഹസ്രാപൂരം വരെ എന്നൊക്കെ പറയുന്ന കുറെ കാര്യം ശരീരത്തിന്റെ ആധാരങ്ങളെയൊക്കെ വെച്ചുകൊണ്ടുള്ള കുറെ ചിന്തകളും, അതിൽ മൂലാധാരത്തെ ഉണർത്തിയാൽ നമുക്ക് ശക്തി കൂടും എന്നൊക്കെ പറയുന്ന അത് വേറൊരു തരത്തിലുള്ള ഒരു ചിന്താ പദ്ധതി. അതിനകത്താണ് യോഗയും പ്രാണായാമവും അങ്ങനെയൊക്കെ വരുന്ന പിന്നെ വേറൊരു പദ്ധതി. അപ്പൊ 3-4 പദ്ധതികളിലൂടെയാണ് വരുന്നത്. ഇനി വിഗ്രഹങ്ങൾ വരുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഈ പറയുന്നത്. അയ്യപ്പൻ ഈഴവനായിരുന്നു, അയ്യപ്പൻ പണ്ടിങ്ങനെയായിരുന്നു, അയ്യപ്പൻ ശാസ്താവായിരുന്നോ, അയ്യപ്പൻ ചാത്തനായിരുന്നോ, അയ്യപ്പൻ ബുദ്ധനായിരുന്നോ, അയ്യപ്പൻ ജൈനമതക്കാരനായിരുന്നോ, അങ്ങനെയുള്ള അന്വേഷണങ്ങളുടെ ഒരു പരമ്പരയാണ്. അന്വേഷിക്കുന്ന ആരാണ്? ക്രിസ്ത്യാനികൾ. ഇവിടെ ക്രിസ്ത്യാനികൾക്ക് അന്വേഷിച്ചുകൂടാന്നൊന്നുമില്ല. ക്രിസ്ത്യാനിയായ അലക്സാണ്ടർ ജാക്കബാണ് ഹിന്ദുവായ അയ്യപ്പൻ ഏതായിരുന്നു അന്വേഷിച്ച് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കണം. തെറ്റൊന്നുമില്ല, ആർക്കും അന്വേഷിക്കാം. ഞാൻ പക്ഷെ പറഞ്ഞത് ഒരു യാദൃശ്യമായി പറഞ്ഞതാ. അതുപോലെ തന്നെ യുക്തിവാദികൾ, മുക്തിവാദി, ശരിക്കുള്ള ഈശ്വര വിശ്വാസികൾ ഇതൊന്നും അന്വേഷിക്കാൻ പോകുന്നില്ല. അവർ പോകുന്നു, ഈശ്വരന് കാണിക്ക വല്ലതും കൊടുക്കുന്നു, പൂജ തൊഴുന്നു, എന്തെങ്കിലും പുണ്യം വല്ലതും കിട്ടുമോ, അല്ലെങ്കിൽ തന്റെ കാര്യങ്ങൾ, മക്കളെ കാര്യങ്ങൾ പറയുന്നു, അവർ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. അല്ലാതെ ഇതിൽ വിശ്വാസമില്ലാത്ത യുക്തിവാദികൾ, അതുപോലെ തന്നെ നിരീശ്വരവാദികൾ, അവരൊക്കെയാണ് അന്വേഷിക്കണം അയ്യപ്പൻ ആരാണ്, അയ്യപ്പന്റെ പിറകിൽ പോകുന്നു, ഗണപതിയുടെ പിറകിൽ പോകുന്നു, ഗണപതി മിത്താണോ എന്ന് പോകുന്നു, ഇങ്ങനെ പോകുന്നവരാണ്. ബാക്കി വിശ്വസിക്കുന്നവരാരും അതിന്റെ പിറകെ പോകുന്നില്ല. 3 രീതിയിലാണ് ആരാധനാക്രമം വന്നിരിക്കുന്നത്, അനുഷ്ഠാനക്രമം വരുന്നത്. ഒന്ന്, പാരമ്പര്യമായി വരുന്ന ഒരു രീതിയുണ്ട്. വൈദികമായി വന്നിരിക്കുന്ന പാരമ്പര്യം അനുസരിച്ച് വരുന്ന വിഗ്രഹങ്ങളെ വെച്ച് ആരാധിക്കുന്ന രീതി. അവിടെ വേറെ ഒന്നുമില്ല. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര അങ്ങനെയൊക്കെ വെച്ച് അതിന്റെ വിഗ്രഹങ്ങൾ വെച്ച് ബുദ്ധന്റെ ആരാണോ പരമ്പരാഗതമായി പറയുന്ന, പാരമ്പര്യം അനുസരിച്ച് പറയുന്ന ദൈവങ്ങളെ വെച്ച് പൂജിക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ചാത്തൻ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് വരുന്ന വിശ്വാസ പ്രമാണങ്ങളുടെ ഭാഗമായി ഭാവങ്ങളൊക്കെ വെച്ചുകൊണ്ട് പിന്നെ കുട്ടിയായ കൃഷ്ണൻ, മുതിർന്ന കൃഷ്ണൻ, കൊമ്പുള്ള പിന്നെ ആനയ്ക്ക് കയറാൻ പറ്റുന്ന കൃഷ്ണക്ഷേത്രം, ആനയ്ക്ക് കയറാൻ പറ്റാത്ത കൃഷ്ണക്ഷേത്രം, ഇങ്ങനെ തുടങ്ങി പല രൂപത്തിലുള്ള അനുഷ്ഠാനങ്ങളുണ്ട്. ഈ അനുഷ്ഠാനങ്ങൾ വെച്ചുകൊണ്ടും വിഗ്രഹാരാധനയും അമ്പലങ്ങളും പണിതിട്ടുണ്ട്. അവിടെ അനുഷ്ഠാനമാണ് പ്രധാനം.
അപ്പോൾ ഒന്ന് പാരമ്പര്യമായി വരുന്ന രീതികളാണ്, അതിനകത്ത് മാറ്റമൊന്നുമില്ല. രണ്ട് അനുഷ്ഠാനങ്ങളാണ് രണ്ടാമത്തെ രീതി. മൂന്നാമത്തെ രീതിയാണ് പുനഃപ്രതിഷ്ഠകൾ. പുനഃപ്രതിഷ്ഠ വന്നു കഴിഞ്ഞാൽ പിന്നെ പഴയത് എന്തെന്ന് ആലോചിക്കത്തില്ല. വീട് പുതുക്കിയിട്ട് പഴയ വീട് ഏതെന്ന് ആരും ചോദിക്കത്തില്ല. വീട് പുതുക്കിയപ്പോൾ നമ്മൾ ലാട്രിൻ മാറ്റി പണിതു, അല്ലെങ്കിൽ ബെഡ്റൂം മാറ്റി പണിതു, അല്ലെങ്കിൽ അടുക്കള മാറ്റി പണിതു, പണിതിന് ശേഷം പിന്നെ പഴയ അടുക്കള എവിടെയായിരുന്നു എന്ന് ആലോചിച്ചുകൊണ്ട് നമ്മൾ കരയത്തില്ല, അല്ലെ പഴയ ബെഡ്റൂം എങ്ങനെയായിരുന്നു, അങ്ങനെ ചിന്തയില്ല. പുതിയതാണ് നമ്മൾ എടുക്കുക. അപ്പോൾ പുനഃപ്രതിഷ്ഠ നടക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. 3 തരത്തിലാണ് ഞാൻ പറഞ്ഞു. ഒന്ന് വൈദികമായ പരമ്പര കൊണ്ട് ചെയ്തു വരുന്ന രീതികൾ, പാരമ്പര്യ രീതിയിലുള്ള വിഗ്രഹാരാധനയും വിഗ്രഹ പൂജകളും ആരാധനാക്രമവും, അനുഷ്ഠാനങ്ങൾ കൊണ്ട് വരുന്ന ആരാധനാക്രമം. പിന്നെ മൂന്നാമത് ഞാൻ പറഞ്ഞതാണ് പുനഃപ്രതിഷ്ഠ കൊണ്ട്. ഈ പുനഃപ്രതിഷ്ഠ കൊണ്ട് ആരാധനാക്രമം, അപ്പൊ ഇത് പേർത്തും എന്ന് പറഞ്ഞാൽ കൂടിയാണ് വരുന്നത്. ഒരു കാലഘട്ടത്തിൽ ജൈന ക്ഷേത്രമായിരുന്നിരിക്കാം, ജൈനന്മാർ കൊണ്ടുപോയിരിക്കാം. അത് കഴിഞ്ഞിട്ട് ബുദ്ധന്മാർ കൊണ്ടുപോയിരിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് വന്നപ്പോൾ മലയരയന്മാർ നോക്കിയിരിക്കാം, അല്ലെങ്കിൽ മലയരയന്മാർ ഇതെല്ലാം കൂടെ നോക്കിയിരിക്കും. ശബരിയുടെ ഉദാഹരണമാണ് ഞാൻ പറയുന്നത്, നോക്കിയിരിക്കാം. അത് കഴിഞ്ഞ് പന്തളം കൊട്ടാരത്തിന്റെ അവരുടെ രാജകൊട്ടാരത്തിന്റെ അതിർത്തിക്കകത്ത് വരുന്ന ഒരു പ്രദേശമായതുകൊണ്ട് പന്തളം കൊട്ടാരം ഇതിന്റെ സംവിധാനങ്ങളെ നോക്കി നടത്തിയിരിക്കാം. അവിടത്തേക്ക് പന്തളം കൊട്ടാരത്തിന്റെ മണികണ്ഠന്റെ കഥ വരാം, ശാസ്താവിന്റെ കഥ വരാം. ഇതെല്ലാം വന്ന് ഒരുപാട് ധാരകളിലൂടെ വന്ന് 1950 ആയപ്പോൾ പുനഃപ്രതിഷ്ഠ നടത്തി. അപ്പോഴും ഉണ്ട് അവിടെ കല്ലായിരുന്നു, ശില്പമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. കൽശില്പം, കല്ലിലുള്ള ശില്പമായിരുന്നു എന്നാണ് അയ്യപ്പന്റേതാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനല്ല. അവിടെ ഈശ്വരൻ നമ്പൂതിരിയുടെ വോയിസ് നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട്. 50കളിൽ തീ പിടിച്ചപ്പോൾ ഉണ്ടായിരുന്ന മേൽശാന്തിയായിരുന്ന ഈശ്വരൻ നമ്പൂതിരിയുടെ വോയിസ് നമ്മളിപ്പോ പരമ്പരയായി വിട്ടുകൊണ്ടിരിക്കുകയാണ്, ഇനിയും കുറയേണ്ടത്. അതിൽ വളരെ കൃത്യമായി പറയുന്നു അവിടെ പഞ്ചലോഹ വിഗ്രഹമായിരുന്നു. ആ പഞ്ചലോഹ വിഗ്രഹം പൊട്ടിപ്പോയിരുന്നു. അത് പിന്നെ വെള്ളി കമ്പിയൊക്കെ വെച്ച് ചുറ്റി വെച്ചാണ് കുറച്ച് ദിവസം പൂജ നടത്തി ഇതൊക്കെ നടന്നത്. പിന്നെയാണ് പുതിയ വിഗ്രഹം വരുന്നത്. അവിടെ പഞ്ചലോഹ വിഗ്രഹമായിരുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അല്ലാതെ കല്ലൊന്നും ആയിരുന്നില്ല. അതേസമയം മറ്റ് ഒരുപാട് വീഡിയോകളിൽ കല്ല് പല സ്ഥലത്തുള്ള കല്ല് വിഗ്രഹം നോക്കിയിട്ട് ഇതായിരുന്നു ശബരിമലയിലെ വിഗ്രഹം എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അതെല്ലാം തെറ്റാണ്. അങ്ങനെ പുനഃപ്രതിഷ്ഠ നടത്തിയതിന് ശേഷം പിന്നെ പുനഃപ്രതിഷ്ഠയുടെ അയ്യപ്പനാണ് അവിടെ ഉള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട മണിമണ്ഡപവും പുനഃപ്രതിഷ്ഠ അയ്യപ്പനും പിന്നെ ഈ കഥകളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ശബരിമല അയ്യപ്പനെ ശാസ്താവായി കാണുന്നവർക്ക് ശാസ്താവായി കണ്ടോളൂ, അല്ല മണികണ്ഠനായിട്ട് കാണുന്നവർക്ക് മണികണ്ഠനായി കണ്ടോളൂ. എന്ത് വേണം നമുക്ക് കാണാം, ആർക്കും ഒരു എതിർപ്പില്ല. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, പുനഃപ്രതിഷ്ഠ നടന്നു കഴിഞ്ഞാൽ അത് പുതിയതേതാണോ അതിന്റെ ആരാധനാക്രമം എന്താണോ, ആചാരം എന്താണോ, അതാണ് നമുക്ക് പറ്റുന്നത്. അപ്പൊ ഒരു ചോദ്യമുണ്ട്, അതുകൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ആചാരങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റുമോ? ആചാരങ്ങൾ മാറ്റാൻ പറ്റുന്നതുമുണ്ട്, മാറ്റാൻ പറ്റാത്തതുമുണ്ട്. ഭൂമിയിലും അങ്ങനെ തന്നെയാണ്. സൂര്യൻ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണോ? അതുപോലെ വെള്ളം, വായു, ഇതൊക്കെ വളരെ അടിസ്ഥാനപരമായ വസ്തുക്കളാണ്. ഇതൊന്നും നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നില്ല. അപ്പൊ അമ്മ പ്രസവിക്കുന്നു, അച്ഛനേറെ പ്രസവിക്കാൻ പറ്റത്തില്ല. വളരെ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് മാറ്റാൻ കഴിയാതെ തന്നെ പ്രപഞ്ചത്തിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെയാണ് ആരാധന സമ്പ്രദായത്തിൽ ആചാരങ്ങളിൽ മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്, മാറ്റുന്ന കാര്യങ്ങളുമുണ്ട്. അടിസ്ഥാനപരമായി മാറ്റുന്ന കാര്യങ്ങളുണ്ട്. മാറ്റുന്ന കാര്യങ്ങളിൽ ദേവപ്രശ്നം വെച്ചും ദേവന്റെ ഇഷ്ടം ചോദിച്ചുകൊണ്ടും പിന്നെ എന്താണ് അനുജ്ഞ ശാസ്ത്രം അനുസരിച്ചും അങ്ങനെ പല കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് ഇത് തീർച്ചയായിട്ടും ദേവന്റെ പ്രീതിയും കൂടെ എടുത്തുകൊണ്ട്, അത് താന്ത്രിയൊക്കെ ചെയ്യുന്ന ജോലിയാണ്, തന്ത്രിമാരൊക്കെ ചെയ്യുന്ന പണിയാണ്, അവർക്കുള്ള കർമ്മമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു രീതി സമ്പ്രദായമുണ്ട്. എന്തായാലും ക്ഷേത്രത്തിൽ നിങ്ങൾ ചെല്ലുമ്പോൾ നേരത്തെ അവിടെ എന്ത് വിഗ്രഹമായിരുന്നു, ഇതിന്റെ മുമ്പിലുള്ള വിഗ്രഹത്തിന്റെ ജാതി എന്തായിരുന്നു, ഏത് ജാതിക്കാരായിരുന്നു അവിടെ ചെയ്തിരുന്നത് എന്ന് അന്വേഷിക്കുന്നതിൽ ഒരു പ്രസക്തിയുമില്ല. അങ്ങനെ ഒരു ചർച്ച ദയവായി നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതിലും കാര്യമില്ല. എന്തായാലും പന്തളം കൊട്ടാരം അവിടെ പോയി മലയരന്മാരെ കൊന്ന് ഒരു 100 കണക്കിന് മലയരന്മാരെ കൊന്നിട്ട് ആ ക്ഷേത്രം പിടിച്ചെടുത്തതല്ല. ടിപ്പു സുൽത്താൻ കേരളത്തിലെ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാൻ നടന്നതുപോലെ ഒന്നും ആരും പിടിച്ചെടുത്തതല്ല. അതുകൊണ്ട് വളരെ കൃത്യമായി നമുക്ക് കാര്യങ്ങളെ ചർച്ച ചെയ്ത് തന്നെ പോണം. അനുഷ്ഠാനങ്ങൾ ഉള്ള ക്ഷേത്രങ്ങളിൽ അനുഷ്ഠാനങ്ങൾ മാറണമെങ്കിൽ അതിൻ്റെ രീതിശാസ്ത്രമുണ്ട്, ആചാരങ്ങളുണ്ടെങ്കിൽ അത് മാറുന്നതിന് അതിൻ്റെ രീതിശാസ്ത്രമുണ്ട്. അപ്പോഴും അടിസ്ഥാനപരമായ പല ആചാരങ്ങളും മാറ്റാൻ കഴിയാത്ത രീതിശാസ്ത്രവുമുണ്ട്. ഇനി ഓരോ അമ്പലത്തിലും എന്തുകൊണ്ട് ഓരോ ആചാരം, ചിലർക്ക് ഷർട്ട് ഇടാം, ചിലർക്ക് ഷർട്ട് ഇട്ടൂടാ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത് സാരി ഉടുക്കാം, ചുരിദാർ ഇടാം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. എന്തായാലും അലക്സാണ്ടർ ജേക്കബിനോട് പറയാനുള്ളത്, താങ്കൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോ കൂടുതൽ ചെയ്യേണ്ടി വരുന്നത്. അത് താങ്കളാണ് ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യത്തെയും മസാല ചേർത്ത് കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്.